അന്ന് അസറ്റ് വരെയായിരുന്നു ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി പറയാൻ പോകുന്നത് ലൈബിലിറ്റിയാണ്. ലൈബിലിറ്റീസ് ആർ എനി എമൗണ്ട് ഡ്യൂ ഫ്രം ദ ബിസിനസ് ടു ഔട്ട്സൈഡേഴ്സ്. സപ്പോസ് ആൻ എമൗണ്ട് Rs 10,000 ഈസ് ഡ്യൂ ഫ്രം ദ ബിസിനസ് ടു ഔട്ട്സൈഡേഴ്സ് ഈസ് നോൺ ആസ് ലൈബിലിറ്റി ഓഫ് ദ ബിസിനസ്. ഫോണിലാണ്, അപ്പോൾ അതിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്താണ് ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈബിലിറ്റീസ് ആർ എനി എമൗണ്ട് ഡ്യൂ ഫ്രം ദ ബിസിനസ് ടു ഔട്ട്സൈഡേഴ്സ്. ബിസിനസ്സിൽ നിന്ന് പൈസ ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാനുണ്ടെങ്കിൽ അതിനെയാണ് അതിൻ്റെ ലൈബിലിറ്റി എന്ന് പറയാം. ഒരു കമ്പനി അതിൻ്റെ ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാനുള്ള ബാധ്യതകൾ, അതാണ് ലൈബിലിറ്റി. അത് കമ്പനി കൊടുത്ത് തീർക്കേണ്ട പൈസയാണ്, അത് കമ്പനിയുടെ ബാധ്യതയാണ്. സപ്പോസ് an amount Rs 10,000 is due from the business to outsiders is known as liability. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 10,000 രൂപ ബിസിനസ് വെളിയിലുള്ള ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാനുണ്ടെങ്കിൽ ആ 10,000 രൂപ കമ്പനിയുടെ ലൈബിലിറ്റിയാണ് അല്ലെങ്കിൽ ബാധ്യതയാണെന്ന് പറയാൻ പറ്റും. ഇതാണ് ലൈബിലിറ്റി. ഇനി അടുത്തതാണ് ക്യാപിറ്റൽ. Capital is any amount invested by the owner of the business in the business. Capital is also any excess of asset over the liabilities. Suppose the total asset of business amount 10,000. The total liabilities are 8,000. Then we are calculating the capital is 10,000 minus 8,000. The capital is 2,000. ഇവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എനി എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഓഫ് ദ ബിസിനസ് ഇൻ ദ ബിസിനസ്. ഓണർ സ്വന്തം കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസനെയാണ് അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. ഒരു ഓണർ സ്വന്തം ബിസിനസ്സിലേക്ക് ആദ്യമായിട്ടൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുക. അപ്പോൾ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്യാപിറ്റൽ ഈസ് ഓൾസോ എക്സസ് ഓഫ് അസറ്റ് ഓവർ ലൈബിലിറ്റീസ്. അപ്പോൾ ക്യാപിറ്റൽ എപ്പോഴും എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈബിലിറ്റിനെയും വെച്ച് കൂടുതലാവണം. എക്സസ് ഓഫ് അസറ്റ് ഓവർ ലൈബിലിറ്റീസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു അസറ്റ് 10,000 രൂപയുണ്ട്, ലൈബിലിറ്റി 8,000 രൂപയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അസറ്റിൽ നിന്ന് ആ ലൈബിലിറ്റി മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന തുകയാണ് അതിൻ്റെ ക്യാപിറ്റൽ. ക്യാപിറ്റൽ എപ്പോഴും കൂടുതലായിരിക്കണം ഒരു കമ്പനി, അതിൻ്റെ ബാധ്യതയെ അപേക്ഷിച്ച് ക്യാപിറ്റൽ കൂടുതലായിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, അസറ്റ് മൈനസ് ലൈബിലിറ്റി ആണ് ക്യാപിറ്റൽ എന്ന്. അസറ്റിൽ നിന്ന് ലൈബിലിറ്റി മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അതിൻ്റെ ക്യാപിറ്റൽ എന്നും പറയാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ട്രാൻസാക്ഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ട്രാൻസാക്ഷൻ രണ്ട് വിധമുണ്ട്. ഒന്ന് ക്യാഷ് ട്രാൻസാക്ഷനും പിന്നെ ഒന്ന് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. എന്താണ് ഈ ക്യാഷ് ട്രാൻസാക്ഷൻ? In the case of cash transaction, payment will be made during the delivery of goods. For example, purchased goods for cash Rs 10,000. വളരെ സിമ്പിളാണ് രണ്ട് ട്രാൻസാക്ഷൻ. ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം വാങ്ങുമ്പോൾ തന്നെ കയ്യോടെ പൈസ കൊടുത്ത് നമ്മൾ സാധനം വാങ്ങുന്നതിനെയാണ് ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അവിടെ ക്യാഷാണ് പോകുന്നത്, അപ്പോൾ തന്നെ സാധനങ്ങൾ വാങ്ങുമ്പോൾ തന്നെ പൈസ കൊടുക്കുന്നു. എക്സാമ്പിൾ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 10,000. 10,000 രൂപയ്ക്ക് സാധനം വാങ്ങി, സാധനം കയ്യിൽ കിട്ടിയ ഉടനെ 10,000 രൂപ കൊടുത്തു. ഇനി ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാഷ് ട്രാൻസാക്ഷൻ കഴിഞ്ഞു, ഇനി അടുത്തത് രണ്ടാമത്തെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ഇൻ ദ കേസ് ഓഫ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, പേയ്മെൻറ്റ് വിൽ ബി മെയ്ഡ് ഇൻ ദ ഫ്യൂച്ചർ. ഫോർ എക്സാമ്പിൾ, പർച്ചേസ് ഗുഡ്സ് ഫ്രം മിസ്റ്റർ എ Rs 5,000 ഓൺ ക്രെഡിറ്റ്. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ കടത്തിന് സാധനങ്ങൾ വാങ്ങുന്നു, അതിനെയാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അപ്പോൾ ഇൻ ദ കേസ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, പേയ്മെൻറ്റ് വിൽ ബി മെയ്ഡ് ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ പണം കൊടുക്കാം എന്ന് പറഞ്ഞ് സാധനങ്ങൾ വാങ്ങുന്നതിനെയാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുക. ഈ തിയറി എല്ലാം മനസ്സിലാക്കി വയ്ക്കുക. ഇത് പ്രോബ്ലം വരുമ്പോൾ, അക്കൗണ്ടൻസി പ്രോബ്ലം വരുമ്പോഴാണ് ഇത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്യൂച്ചറിൽ പണം തരാം എന്ന് പറഞ്ഞ് സാധനങ്ങൾ വാങ്ങുന്നതിനെയാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുക. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മിസ്റ്റർ എ 5,000 ഓൺ ക്രെഡിറ്റ് എന്ന് എടുത്ത് പറയും.
ചില സമയത്ത് ട്രാൻസാക്ഷൻ വരുമ്പോൾ ഓൺ ക്രെഡിറ്റ് എന്ന് പറയാറില്ല. പർച്ചേസ്ഡ് ഗുഡ്സ് മിസ്റ്റർ എ എന്ന് മാത്രം പറഞ്ഞാലും അതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ പൈസ കൊടുക്കാതെ ഫ്യൂച്ചറിലേക്ക് സാധനങ്ങൾ വാങ്ങുന്നതിനെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്നും, അപ്പോൾ തന്നെ പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങുക, സാധനങ്ങളോ മറ്റെന്തോ ആയിക്കോട്ടെ സർവീസോ നടത്തുന്നതിന് ക്യാഷ് ട്രാൻസാക്ഷൻ എന്നും പറയാൻ പറ്റും. ഇതാണ് ട്രാൻസാക്ഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത ഐറ്റംസ് സോൾവെൻറ്റ്, ഇൻസോൾവെൻറ്റ്, സെയിൽസ് അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം. ഒരുപാട് പറഞ്ഞാൽ ലോങ് ആയി പോകും വീഡിയോ. താങ്ക് യു.